ഇവിടെ വേറൊരു കാര്യം കൂടി എല്ലാവരും മനസ്സിലായിക്കോ. ഗീബത്ത് പ്രചരിപ്പിക്കാൻ പാടില്ല, ഗീബത്ത് പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരു വർഗം, ഒരു കൗമ് ഇപ്പോ മറുഭാഗത്ത് അവരുടെ സ്വന്തം നേതാവിന്റെ കാലിന്റെ അടിയിലെ മണ്ണ് ഇളകുന്നു എന്ന് പയ്യോളിയിലൂടെ പരിപാടിയോടുകൂടി നന്നായി അനുഭവിച്ചറിഞ്ഞപ്പോ ഇളക്കം തട്ടിയതാ. ഞാൻ പറയുന്നത് എനിക്കെതിരെ നിങ്ങൾ എന്തൊക്കെ കൊണ്ടുവന്നാലും കാന്തപുരത്തിന്റെ കയ്യിൽ കൊണ്ടുവന്ന ആ വ്യാജമുടി ഇവിടുന്ന് തൂത്തെറിയുന്നത് വരെ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ചങ്കിലുള്ള അവസാന ശ്വാസം വരെ നിങ്ങൾ എത്ര സക്കാഫിമാരും അഹ്സനിമാരും അമാനിമാരും അണിനിരന്നാലും കാന്തപുരത്തിന്റെ കയ്യിലുള്ള ആ വ്യാജമുടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹർ മുബാറക്ക് ആക്കാൻ വല്ല കാന്തഭക്തന്മാരും ശ്രമിക്കുകയാണെങ്കിൽ നടക്കൂല എന്നാണ് പറയാനുള്ളത്. നിങ്ങൾ വ്യക്തിപരമായിട്ട് നിങ്ങൾ ഓരോന്ന് കൊണ്ടുപോവാ. ഒന്ന് നിങ്ങൾ കൊണ്ടുവന്നാൽ രണ്ട് കാന്തപുരം ആരാന്ന് ഞാൻ തെളിയിക്കും. കൊണ്ടുപോവാ. ജിഷാൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, ഞാനും എന്റെ കുടുംബത്തെ പറ്റി ഒരു കുടുംബത്തെ പറ്റി ഏറ്റവും മോശമായി പറയാനുള്ള ആരോപണം ഏതാ? ശിർക്ക് ആരോപണം. ഞാനും എന്റെ മാതാപിതാക്കളും മുശ്രിക്കുകളാണെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് അടിസ്ഥാനമില്ല. ഇക്രിമത്ത് ബിൻ അബീ ജഹൽ എന്താ കുഴപ്പം ഏൽപ്പിക്കാരെ? അതുകൊണ്ട് നിങ്ങൾക്ക് ഖുർആനിൽ ആയത്തോ ഹദീസോ ഓതാനുള്ള യാതൊരു മാന്യതയില്ല. കാരണം ഈ ഒരു മൊയ്ലാര്, എന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു മുസ്ലിയാര് വിട്ട 12 മിനിറ്റുള്ള ക്ലിപ്പ് ലോകം മുഴുവൻ പ്രചരിപ്പിച്ച് ആ തെമ്മാടിത്തം ലോകത്ത് മുഴുവൻ ഫിത്നയാക്കിയിട്ട് നടക്കുന്ന നിങ്ങൾക്ക് എന്ത് ആദർശമുള്ള പറയാന്? ഗീബത്ത് പ്രചരിപ്പിക്കാൻ പാടില്ല, പറയാൻ പാടില്ല എന്ന് പറയുന്ന മൊയ്ലിയാമാര്, ഈ അമാനി, നിങ്ങളൊരു മുസ്ലിയാരല്ലേ, നിങ്ങൾ ഈ ക്ലിപ്പ് ഇവിടെ ഇട്ടതിന്റെ അടിസ്ഥാനം എന്താ? അപ്പൊ ജിഷാനെതിരെ വരുമ്പോ നിങ്ങൾക്ക് ഗീബത്ത് സുന്നത്താവും അല്ലെ? എന്നാൽ കാന്തപുരം എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ തെമ്മാടി ആരാണെന്ന് ഞാനിത് തെളിയിക്കാൻ പോകും. കാരണം ഈ അമീൻ ഗ്രൂപ്പിൽ ഇത്തരം ചർച്ചകൾ ഇതുവരെ വന്നിരുന്നില്ല. അതുകൊണ്ട് എപിക്കാർ തുടങ്ങി വെച്ചു. ബാക്കി വരട്ടെ. ബാക്കി ഏതൊക്കെ KKM സൈദിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹലാലായ നിക്കാഹിൽ പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ വാ. എനിക്കെതിരെ എന്ത് പറഞ്ഞാലും നിങ്ങൾ എത്ര പറയുമെന്ന് എനിക്കറിയാം. എനിക്കെതിരെ വ്യക്തമായി കാന്തപുരത്തിന്റെ സ്വന്തം ഗ്രൂപ്പിലുള്ള ശിഷ്യന്മാര് പറഞ്ഞത് ഞാൻ തെളിയിക്കുന്നത്. നിങ്ങൾക്ക് എന്റെ കൂടെ ഉള്ളവർ തന്നെ എനിക്കെതിരെ പറയുന്നത് തെളിയിക്കാൻ പറ്റുമോ? അമാനി റൌഫേ, ജിഷാന്റെ തനിനിറം അറിയാൻ ജിഷാൻ സമസ്ത എന്ന് പറയുന്ന സംഘടനയുടെയോ അല്ലെങ്കിൽ ഏതോ പണ്ഡിത നേതാവോ അല്ല, സാധാരണക്കാരനാ. നിന്നെപ്പോലുള്ള കുറച്ച് കഴുതകൾ കൂടെ ഉണ്ട് എന്ന് ശംസുലുലമ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്ന് പറഞ്ഞില്ല, നിന്റെ കൂടെ നടക്കുന്ന ഫവാസ് എന്ന് പറയുന്ന കണ്ണൂർ ജില്ലക്കാരനായ ബുർദക്ക് വരുന്ന നിന്റെ ഒരു കുട്ടി പരിശുദ്ധ ഖുർആൻ ഞാൻ പയ്യോളിയിൽ എടുത്തതുപോലെ ഫവാസിനെ ഒന്ന് എടുത്തിട്ട് കാന്തപുരം ഫവാസിനെ കെയ്റോയിലുള്ള ഹോട്ടലിൽ വെച്ച് ഫവാസിനെ എന്തു ചെയ്തു എന്ന് അവനോടൊന്ന് സത്യം ചെയ്യാൻ പറ. അവൻ ചെറുപ്പക്കാരനായ ഒരു കുട്ടിയായതുകൊണ്ട് അവന്റെ ഭാവിയെ ഓർത്ത് ഞാൻ അതിപ്പോ തൽക്കാലം പുറത്തു വിടുന്നില്ല. ഞാനൊന്ന് പറഞ്ഞുതരാം. എന്നെ സംബന്ധിച്ച് നീ എന്ത് ചെയ്യാനാ? ഇബ്നു ഹജറുൽ ഹൈതമിയോ സ്വന്തം ഉസ്താദിനെ പറ്റി, ഉസ്താദിന്റെ തെമ്മാടിത്തരം സ്വന്തം അനുഭവിച്ചറിഞ്ഞ അബ്ദുൽ നസീർ അസ്ഹരി എന്ന് പറയുന്ന പ്രിയപ്പെട്ട ശിഷ്യനാ റൌഫെ ഇപ്പം വെളിപ്പെടുത്തിയത്. നീ കളിക്കുണ്ടെങ്കിൽ നീ രംഗത്തിറങ്ങ്. നീയും നിന്റെ കാന്തകൂടാരത്തിലെ മുഴുവൻ ആളുകളും രംഗത്തിറങ്ങ്. കാന്തപുരം ഉപയോഗപ്പെടുത്തിയ മുഴുവൻ ഒരു വ്യത്യാസമുണ്ട്. ജിഷാന്റെ കൂടെ നിൽക്കുന്ന ഒരുത്തനെ കൊണ്ട് എനിക്കെതിരെ പറയിപ്പിക്കാൻ നിനക്കോ നിന്റെ കൂടെയുള്ള ആളുകൾക്കോ സാധ്യമാണോ? അതേ സമയത്ത് കാന്തപുരത്തിന്റെ കൂടെ ഇന്നും അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിലുള്ള ആളുകൾ അദ്ദേഹം ലൈംഗിക വൃത്തിക്ക് ശിഷ്യന്മാരെ ഉപയോഗിച്ചതിന്റെ കഥകൾ പറയുമ്പോ ജിഷാന്റെ കാലിന്റെ അടിയിലെ മണ്ണൊലിച്ചു പോകാനോ? അതിന് ജിഷാനൊരു പ്രസ്ഥാനമല്ലല്ലോ. ജിഷാൻ ഒരു പ്രസ്ഥാനം ആണെന്ന് വിശ്വസിക്കുന്ന നിന്നെപ്പോലുള്ള വിവരം കുറഞ്ഞ, ബുദ്ധി കുറഞ്ഞ മണ്ടന്മാര് കാന്തകൂടാരത്തിൽ ഉള്ളത് അത് എന്റെ തെറ്റല്ല. എന്നിട്ട് ഓൻ എന്നോട് പറയാ, റൌഫെ ഒരു കാര്യം മനസ്സിലായിക്കോ, നിന്റെ ഉസ്താദിന്റെ തനി നിറം. അപ്പൊ ഇപ്പം പറയുന്നത് ഞാൻ മാത്രമല്ല, എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ സംഗതി ശരിയാണെന്ന് ബോധ്യപ്പെട്ടോ? എല്ലാവരും പറഞ്ഞതിന്റെ പുറമെ നിന്റെ ഉസ്താദിന്റെ തനി നിറം ഞാൻ തെളിവ് സഹിതം പുറത്തുവിട്ട് ഇനി എന്തെങ്കിലും ഇനി ഒന്നുകൂടി പുറത്തുവിട്. ഞാൻ ഗീബത്തിന്റെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കള്ളം പറഞ്ഞ നിന്റെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെക്കാൾ വലിയ കള്ളൻ ലോകത്താരടോ? നിന്റെ നേതാവ് എന്ന് നീ അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ വിഷയം സമർത്ഥിക്കാൻ നിനക്കോ നിന്റെ കാന്തപുരം കൂടാരത്തിലോ ആണായി പറഞ്ഞ വല്ലവരുണ്ടെങ്കിൽ, KKM സൈദിയുടെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ ഹലാലായ നിക്കാഹിൽ പറഞ്ഞ വല്ലവനുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയം ഇവിടെ ഗണ്ണിക്ക്. അതിന് തന്റെ ഇടമില്ലെങ്കിൽ എന്നിട്ട് കിടന്ന് പിടച്ചിട്ട് കാര്യമില്ല. നീ ഇനി അടുത്ത ക്ലിപ്പ് നീ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ എന്നിട്ട് പറയാ, എനിക്ക് പതക്കുന്നു, എനിക്കെന്തിനു പതക്കുന്നു? എനിക്കൊന്നും പതക്കാനില്ല. എനിക്ക് താഴെ ഭൂമി മേലെ ആകാശം. നിങ്ങളെ കൂട്ടത്തിൽ ആണായി പറഞ്ഞ വല്ലവരുണ്ടെങ്കിൽ ഇനി എനിക്കെതിരെയുള്ള രണ്ടാമത്തെ ഒരു ക്ലിപ്പ് ഞാൻ വെല്ലുവിളിക്കേട്. എനിക്കെതിരെ നിങ്ങൾ എത്ര ക്ലിപ്പ് പുറത്തുവിടുന്നു അതിന്റെ അപ്പുറത്തെ ക്ലിപ്പ് ഞാൻ പുറത്തുവിടും. എന്റെ ശത്രുപക്ഷത്തുള്ള ഒരു മൊയ്ലാര് പറഞ്ഞ വാചകമാണ് നിനക്ക് തെളിവെങ്കിൽ കാന്തപുരം കൂടാരത്തിൽ ഇന്നും നിൽക്കുന്ന ഖലീൽ തങ്ങളുടെ പരിപാടിയിലടക്കം, കഴിഞ്ഞ മാസം നടന്ന പരിപാടിയിലടക്കം ഈ അബ്ദുൽ നസീർ അസ്ഹരി പങ്കെടുത്തില്ലേ? ഇല്ലേ? മർക്കസിൽ ചുള്ളിക്കോടിനടക്കം അദ്ദേഹത്തിന് അംഗീകാരമില്ലേ?
ആ സ്വന്തം നസീർ അസ്ഹരി പറഞ്ഞ വാക്കുകൾ നിന്റെ തൊള്ളയിലേക്ക് നിനക്ക് മനസ്സിലായില്ലെങ്കിലും നിന്നെ പോലുള്ള കഴുതകൾക്ക് മനസ്സിലായില്ലെങ്കിലും കാന്തപുരത്തിന്റെ കൂടാരത്തിലുള്ള കഴുതകൾക്ക് മനസ്സിലായില്ലെങ്കിലും കേരളീയ സമൂഹം വിലയിരുത്തിയിട്ടുണ്ട്. പിന്നെ മുസ്ലിം സുന്നി സമൂഹം, ആരോടോ സുന്നി സമൂഹം? കേരളത്തിൽ എത്ര മഹല്ല് നിങ്ങളെ കൂടെ ഉണ്ട്? ഒരു മഹല്ല് പോലും പറയാൻ കൂടെ ഇല്ലാത്ത നിങ്ങളാണോ കേരളത്തിലെ സുന്നി സമൂഹം പഠിപ്പിക്കുന്നത്? അതുകൊണ്ട് കളിക്കാൻ തയ്യാറാണെങ്കിൽ റെഡിയാണ്. അതുകൊണ്ട് ഇബ്നു ഹജറുൽ ഹൈതമിയുടെ പേര് പറയാൻ നിന്നെ പോലുള്ള കാന്തഭക്തന്മാർക്ക് അധികാരമില്ല. കാരണം ലാ ലില്ല ലഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലില്ലില്ല, നിഴലില്ല എന്ന് പറഞ്ഞ് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ ഫത്വ വലിച്ചെറിഞ്ഞ കാന്തഭക്തന്മാർക്ക് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ പേരുച്ചരിക്കാൻ അദ്ദേഹത്തിന്റെ മഹാനവറുകളുടെ കാലിന്റെ ചെരുപ്പിനടിയിലെ മണ്ണാകാനുള്ള യോഗ്യത ഉണ്ടോ? അതുകൊണ്ട് അമാനി, നീ അടുത്ത കളിക്കുണ്ടെങ്കിൽ വാ, ഞാൻ കാണിച്ചു തരാം. വെല്ലുവിളി. എടോ അമാനി, നിന്റെ മറുപടി മുട്ടിയോ? നീ കൊണ്ടുവാ, ഞാൻ കാത്തിരിക്കുകയാണ്. കാരണം നിങ്ങൾ ഇതൊന്നും തുടങ്ങി കിട്ടാൻ കുറെ കാലം ഞാൻ കാത്തുക. ജിഷാനോ ജിഷാന്റെ കുടുംബക്കാരോ കമറാണെന്നോ അല്ലെങ്കിൽ ഷംസാണെന്നോ ഒന്നും അവകാശപ്പെട്ടിട്ടില്ല, സുൽത്താനാണെന്നോ അവകാശപ്പെട്ടിട്ടില്ല. ഇനി നിങ്ങളെ വാദപ്രകാരം ഞങ്ങൾ മൊത്തങ്ങ് പേച്ചു നൂട്ടിക്കോ. അതുകൊണ്ട് നിന്റെ കാന്തപുരം ചെയ്ത ഈ ലീലാവിലാസം ഇല്ലാതാവോ? നിന്റെ കൂടെ നടക്കുന്ന ഒരു കുട്ടിയെ ഞാനിപ്പോ പറഞ്ഞത്, ഫവാസ് എന്ന് പറയുന്ന കുട്ടി, കണ്ണൂർ ജില്ലക്കാരൻ. നിനക്കറിയാലോ? നിനക്കറിയുന്ന ഒരാളെ ഞാൻ പറഞ്ഞുതരാം. അവനെ കൊണ്ട് പരിശുദ്ധ ഖുർആൻ എടുപ്പിച്ചിട്ട് ജിഷാൻ പറഞ്ഞത് സത്യം അല്ലയോ ആണോ എന്ന് പറയിപ്പിക്കാൻ എനിക്ക് ധൈര്യമുണ്ടോ? എന്നിട്ട് നമുക്കൊന്ന് തീരുമാനിക്കുക. എനിക്ക് ഈ കൗമിന് ഖുർആനിൽ വിശ്വാസമുള്ള കൗമ ആയിരിക്കണ്ടേ? എടുക്കടോ, നീ ഓരോന്നെടുക്കും. നിന്റെ ഷെയ്ഖും കുത്തുബും സുൽത്താനുമാണെന്ന് പറയുന്ന നിന്റെ നേതാക്കന്മാരെ കൊണ്ട് നിന്റെ ഷെയ്ഖുനായുടെ തൊലി ഞാൻ ഉരിയും. ഏതായാലും റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഈ കള്ളമുടി പൊളിക്കാൻ അത് ഞാനാണ് നിമിത്തമായത്. നിന്റെ നേതാവിന്റെ സ്വർഗരതിയുടെ ആ അസുഖം മാറ്റാൻ ഒരുപക്ഷെ ഞാൻ തന്നെയായിരിക്കും നിമിത്തമായി റബ്ബ് തൗഫീഖ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കാണിച്ചു തരാം. എടോ, നിന്റെ നേതാക്കന്മാരെ നന്നായി പഠിച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ എത്തിയത്. നീ കളിക്കുണ്ടെങ്കിലൊന്ന് വാമോനെ, നിങ്ങളൊന്ന് കളിച്ച് കിട്ടാനാണ് ഞാൻ കാത്തിരുന്നത് ഇത്രയും നാളും. കാരണം നേരത്തെ AKT ഇവിടെ സൂചിപ്പിച്ചു, ഫേസ്ബുക്കിൽ ടെക്നിക്കൽ ഫ്ലാഷ് എന്ന് പറയുന്ന അതുപോലെ മറ്റു പല ആളുകളും നിന്റെ നേതാവിനെതിരെ വൃത്തികേടുകൾ പലതും പോസ്റ്റ് ചെയ്തപ്പോ അത് അവരെ മൊബൈലിൽ ഞാൻ സ്വന്തം കാശ് കൊടുത്ത് ചെലവാക്കിയിട്ട് വിളിപ്പിച്ചിട്ട് അത് റിമൂവ് ചെയ്യിപ്പിച്ചോനാ ജിഷാന്. പിന്നെ ഇദ്ഫാ ബില്ലത്തി ഹി അഹ്സൻ എന്ന് മാത്രമുള്ള ആയത്തല്ല ഖുർആനിൽ ജിഷാൻ കണ്ടത്. ജസാഉ സയ്യിദുൻ മിസ്ലുഹ എന്നുള്ള ആയത്തും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കളിച്ചാലും മണപ്പിച്ചു തരും കേട്ടോ. എന്റെ കാന്തപുരം ആരാന്ന് മണപ്പിച്ചു തരും. എന്നെ പറ്റി പറഞ്ഞാൽ എനിക്ക് ഒന്നുമില്ലടോ, എനിക്കൊന്നുമല്ല, ഞാൻ മാഹി പോലും ആരുമല്ല. നീ നിന്റെ സുൽത്താനും ഷെയ്ഖും ഉലമയായിട്ട് ഒലക്കായിട്ട് നടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അയാളെപ്പോലെ വൃത്തികേട് ജനാപത്തായിട്ട് കേരളത്തിൽ ജനാപത്തായിട്ട് പള്ളി ഉദ്ഘാടനം ചെയ്ത ലോക ചരിത്രത്തിലെ ഒരു മനുഷ്യൻ അയാളായിരിക്കും കേട്ടോ. അതൊക്കെ പറയിപ്പിക്കരുത്. നീ കളിക്കണ്ടേ വന്ന് വിളിച്ചോ, വിളിക്കുന്ന അയക്കണ നീ ഇട്ടോ. കളിക്കാനുണ്ടെങ്കിൽ നീ ഒന്ന് പുറത്തിറങ്ങിയിട്ട് വാ, ബാക്കി ഞാൻ കളിയാൻ പഠിപ്പിച്ചുതരാം. സൂക്ഷിച്ചു കളിക്കണം കേട്ടോ. നിന്റെ കൂടെയുള്ള കുറച്ച് കഴുതകളമാരി സമൂഹത്തെ നീയും നിന്റെ മൊയിലാമാരും കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും ഞങ്ങൾ പഠിപ്പിച്ചു തരും. പക്ഷെ നിന്റെ പൊന്മളി പേരോടൊന്നും ഇനിയിപ്പോ പറഞ്ഞ വൃത്തിയായിട്ട് പറയില്ല കേട്ടോ. കാരണം അവർക്കറിയാം ജിഷാന്റെ അടുത്ത് എന്താ ഉള്ളതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അവര് പറയില്ല. പക്ഷെ നിന്നെ പോലുള്ള കുറച്ച് കുഞ്ഞാടുകൾക്ക് പിന്നെ ദുന്യാവ് തിരിഞ്ഞിട്ടില്ല. അത് ശരിക്കും പഠിപ്പിച്ചുതരാം. അതുകൊണ്ട് നീ എന്തെങ്കിലും ഇനി കൊണ്ടുപോയി, ഇനി എന്താ കൊണ്ടുവരാൻ ബാക്കിയുള്ളേ? അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ചോദിച്ചത്. എന്നിട്ട് ഓൻ എന്നോട് പറയാ നന്നാക്കിയിട്ട് പോരേൻ. എടോ, ഇക്രിമത്തും പിന്നെ അബീ ജഹലിന് എന്താ കുഴപ്പം? ഇക്രിമത്ത് തങ്ങൾക്ക് എന്താ കുഴപ്പം? നിന്റെ വാദപ്രകാരം നീ പറയുന്നത് പ്രകാരമാണെങ്കിൽ. പക്ഷേ നീ ഷെയ്ഖാണെന്ന് പറയുന്ന നടക്കുന്നവൻ 1-ാം നമ്പർ തെമ്മാടിയാണെന്ന് അയാളുടെ സ്വന്തം ഗ്രൂപ്പിലുള്ള ശിഷ്യന്മാരെ കൊണ്ട് ഞാൻ